കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഓ 2 വർഷമായി പ്രോ പ്ലെയർ ആയിട്ട് ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നെന്തായാലും ഒരു ചേഞ്ച് ആക്കിയാലോ? ഇന്ന് മൊത്തം ഒരു നൂബ് പ്രാങ്ക് ചെയ്യാം. എങ്ങനെ ഇപ്പോൾ ചെയ്യും? എന്തായാലും ഫസ്റ്റ് തന്നെ ആദം ക്യാരക്ടറിനെ ഇടണം. അതാകുമ്പോൾ നൂബാണെന്ന് വിചാരിക്കും. അതിനുശേഷം കയ്യിലുള്ള ഗണ്ണും അതേപോലെ ഇമോട്ടൊക്കെ അൺഎക്യൂപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ പ്രോ പ്ലെയേഴ്സും നമ്മളെ നൂബെന്ന് വിളിച്ച് കളിയാക്കത്തുള്ളൂ. അധികം സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ആദമിനെ ഇടാം. ഓ, ആദമിനെ ഇട്ടു സെറ്റായല്ലോ. ശരിക്കും നൂബ് തന്നെ. ഇപ്പോൾ എന്നെ കാണാൻ ശരിക്കും ഒരു നൂബിനെ പോലെ ഉണ്ടല്ലോ. ഇനി എന്തായാലും ഈ M1887 സ്കിന്ന് കൂടി അൺഎക്യൂപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ശരിക്കും നൂബാകത്തുള്ളൂ. M18 അൺഎക്യൂപ്പ് ചെയ്തു. ഇനി വേറെന്താ ചെയ്യാനുള്ളത്? ഇനി ഇമോട്ട് അൺഎക്യൂപ്പ് ചെയ്യണോ? അല്ലെങ്കിൽ വേണ്ട, ഇമോട്ട് ഇടാതിരുന്നാ പോരെ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ്. ഇനി എന്തായാലും ഏതെങ്കിലുമൊക്കെ പ്രോ പ്ലെയേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ റിക്വസ്റ്റ് ഇടാം. എന്നിട്ട് എന്നെ അവർ ഗ്രൂപ്പിൽ കയറ്റുകയാണെങ്കിൽ എന്നെ നൂബെന്നൊക്കെ വിളിച്ച് കളിയാക്കും. അതൊക്കെ എന്ത് രസവാ കേൾക്കാൻ. എന്തായാലും നോക്കാം. ഓ 2-3 പ്രോ പ്ലെയേഴ്സ് ഒക്കെ ഇപ്പൊ ഗ്രൂപ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. അവരുടെ ഗ്രൂപ്പിലേക്കൊന്ന് ജോയിൻ റിക്വസ്റ്റ് ഇട്ട് നോക്കാം. ഹലോ ചേട്ടന്മാരെ, ബിഗ് ഫാൻ. എൻ്റെ മോനെ എന്നെ കേറ്റിയല്ലോ. എടാ, ഇത് ഏതാടാ ഈ ആദമിനെ ഇട്ട കാട്ട് നൂബ്? ഇവനെയൊക്കെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? അയ്യേ എടാ, ഇത് വെറും കാട്ട് നൂബാണല്ലോ. എടാ, ഇവന്റെ പേരൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ പ്രോ പ്ലെയർ ആണെന്ന്. അതാ ഇവന്റെ ജോയിൻ റിക്വസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഇവനെ കേറ്റിയത്. ഹലോ പ്രോ പ്ലെയേഴ്സായ ചേട്ടന്മാരെ, എൻ്റെ കൂടെ ഒരു കളി കളിക്കുവോ? ഒന്ന് പോട നൂബേ, ഞങ്ങൾക്കതല്ലേ പണി. അയ്യോ ചേട്ടാ, പറ്റില്ലെന്ന് മാത്രം പറയല്ലേ ചേട്ടാ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാ പ്രോ പ്ലെയേഴ്സിന്റെ കൂടെ കളിക്കണമെന്ന്. പ്ലീസ് ഒരു കളി കളിച്ചാൽ മതി. എടാ നൂബേ, നിന്നെ പോലെയുള്ള കാട്ട് നൂബിന്റെ കൂടെയൊന്നും ഞങ്ങൾ കളിക്കില്ല. എടാ, നമ്മളൊക്കെ വലിയ പ്രോ പ്ലെയേഴ്സാ. അയ്യോ ചേട്ടാ, അതിനെന്താ? പ്രോ പ്ലെയേഴ്സായ നൂബുകളുടെ കൂടെ കളിച്ചൂടാ എന്നൊന്നുമില്ലല്ലോ. എടാ നൂബേ, നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന എനിമീസൊക്കെ വിചാരിക്കും ഇവന്മാരെന്തിനാ ഈ നൂബിനെയും കൂട്ടി കളിക്കാൻ വന്നതെന്ന്. അപ്പോൾ നീ വിട്ടോ. ഓ അങ്ങനെയാണോ? ഓ, ഇവന്മാരെന്നെ കിക്ക് ചെയ്ത് കളഞ്ഞോ? ഇതെന്താ കിക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടാ സാധാരണ പ്രോ പ്ലെയേഴ്സൊക്കെ നൂബന്മാരെ കിക്ക് ചെയ്ത് കളയുന്നത്. ഇവന്മാരെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് കിക്ക് ചെയ്ത് കളഞ്ഞു. ഒന്നുകൂടി അവരുടെ ഗ്രൂപ്പിലേക്ക് കയറാം. ഇനി കുറച്ചൊന്ന് മാറ്റിപ്പിടിക്കാം. ഇത്രയും സമയം അവരുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് വെറുതെ നിന്നു. ഇനി അങ്ങോട്ട് കുറച്ചു നേരം ഇമോട്ടിട്ട് പട്ടിഷോ കാണിക്കാം. എന്നിട്ട് അവരോടൊരു 1v1 കളിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചാലോ? എന്നിട്ട് അവന്റെ തലയടിച്ച് പൊളിച്ചു കൊടുക്കാം. അപ്പോ സെറ്റ്. ഇനി പെട്ടെന്ന് തന്നെ ജോയിൻ റിക്വസ്റ്റ് ഇട്ട് അവരുടെ ഗ്രൂപ്പിൽ കയറട്ടെ. എടാ നൂബേ, നീ പിന്നെയും വന്നോ? ആടാ, ഞാൻ വന്നു. എടാ, ഞാൻ ഇപ്പൊ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. നിങ്ങൾ ഇത്രയും നേരം എന്നെ കുറെ നൂബെന്നൊക്കെ വിളിച്ച് കളിയാക്കി. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ, നമുക്കൊരു 1v1 കളിക്കാം. അയ്യേ, ഒന്ന് പോടാ. എടാ ദേ നോക്കടാ, നൂബ് MP40 മാക്സിമോട്ടൊക്കെ ഇടുന്നു. എടാ നൂബേ, നിനക്ക് എവിടുന്നാടാ MP40 മാക്സിമോട്ടൊക്കെ? അതൊക്കെ കിട്ടും ബ്രോ. MP40 മാക്സിമോട്ട് മാത്രമൊന്നുമല്ല, നല്ല കുറെ ഇമോട്ടും എൻ്റെ അക്കൗണ്ടിനകത്ത് കിടപ്പുണ്ട്. എടാ നൂബേ, അപ്പൊ നീ ശരിക്കും നൂബല്ലേ? പ്രോ പ്ലെയർ തന്നെയാണോ? എടാ, അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? എടാ, ഇത്രയും നേരം നിങ്ങൾ എന്നെ നൂബെന്ന് വിളിച്ച് കളിയാക്കി. ഇനി എന്തായാലും വാ, നമുക്കൊരു റൂം കളിക്കാം 1v1. എന്നിട്ട് ഞാൻ അടിച്ച് തല പൊളിച്ചു തരാം നിന്റെയൊക്കെ. എടാ നൂബേ, നീ എന്താടാ വെല്ലുവിളിക്കുകയാണോ ഞങ്ങളെ? എന്നാ വാടാ, നമുക്ക് കളിക്കാം. നിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ വാടാ, നമുക്ക് കളിക്കാം. ഞാൻ തന്നെ പോയിട്ട് റൂമിടാം. എന്നാ പോടാ നൂബേ, പോയിട്ട് റൂമിട്. എടാ, ആരാ നൂബെന്ന് ഞാൻ ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ഓ ആയിക്കോട്ടെ. ഓ, എന്നെ ആ നൂബന്മാര് കിക്ക് ചെയ്ത് കളഞ്ഞോ? കുഴപ്പമില്ല. വെറുതെ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്ന ഞാനാ ഇപ്പൊ അവന്മാരോട് വെല്ലുവിളിച്ച് നിൽക്കുന്നത്. എന്തായാലും പോയിട്ട് റൂമിടട്ടെ. എന്നിട്ട് വേണം അവന്റെ തല അടിച്ച് പൊളിക്കാൻ.
few moments later. ഓ എന്റെ മോനെ കളി കഴിഞ്ഞു. അടിച്ചവന്റെ തല പൊളിച്ചിട്ടുണ്ട്. അവനാണെങ്കി ഒന്നും മനസ്സിലായി കാണില്ല. എന്തായാലും ഇനി പഴയ രൂപത്തിലേക്ക് തന്നെ മാറാം. പ്രോ പ്ലെയർ അല്ലേ പണ്ടൊക്കെ, ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ. അലോക്കിനെ ഇട്ടു. ഇനി എന്തായാലും ഗൺസ്കിന് കൂടി ഒന്ന് ലോബിയിൽ കൊണ്ടുവരണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്തായാലും സെറ്റ് പ്രോ പ്ലെയറിന്റെ ലുക്കായി. ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ അവന്റെ ഗ്രൂപ്പിലേക്ക് കയറാം. എന്നിട്ട് അവൻ എന്താ പറയുന്നതെന്ന് നോക്കാലോ. എടാ പ്രോ പ്ലെയറെ, എന്തു പറ്റിയടാ നിനക്ക്? നാണമുണ്ടോടാ നിനക്ക്? എന്നെ എത്ര തവണ നീ കളിയാക്കി, എന്നിട്ട് എന്നോട് 1v1 കളിച്ച് തോറ്റിരിക്കുന്നു. എടാ നൂബേ, അപ്പം നീ ശരിക്കും പ്രോ പ്ലെയർ ആയിരുന്നോ? എടാ പിന്നെന്തിനാടാ നീ ആദമനെയൊക്കെ ഇട്ട് വന്നത്? അപ്പോൾ ഞാൻ വിചാരിച്ചു നീ ശരിക്കും നൂബാണെന്ന്. അതാ നിന്നെ നൂബെന്നൊക്കെ വിളിച്ച് കളിയാക്കിയത്. എടാ അതൊക്കെ ശരി തന്നെ, പക്ഷെ ഈ ആദമിനെ ഇടുന്ന പ്ലെയേഴ്സൊക്കെ നൂബാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? എടാ അത് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയൊക്കെ അങ്ങനെയാണല്ലോ. ഓ അപ്പോൾ നീയും അങ്ങനെ ആയി അല്ലേ? എന്നാലും നാണക്കേട്, നീ എന്നോട് തോറ്റല്ലോടാ. എടാ അത് പിന്നെ എൻ്റെ നെറ്റൊക്കെ ഫുൾ സീനായിരുന്നു, അതുകൊണ്ടാ. ഒന്ന് പോടാ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതി. തോറ്റ് കഴിയുമ്പോ എല്ലാ പ്രോ പ്ലെയേഴ്സും പറയുന്ന ഡയലോഗാ ഇത്. എടാ എന്നാലും നീ എന്ത് കളിയാടാ കളിച്ചത്? അതൊക്കെ അത്രേ ഉള്ളൂ ബ്രോ. അപ്പൊ ശരി, ഞാൻ പോവാണേ. ഓക്കേടാ, ബൈ എന്നാ. എടാ സോറി കേട്ടോ. എൻ്റെ മോനെ, ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. എന്നെ എന്തൊക്കെയാ അവൻ വിളിച്ച് കളിയാക്കിയത്. നൂബ്, കാട്ട് നൂബ്. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ഇപ്പോഴാണെങ്കിൽ ഇതേ സോറിയും പറഞ്ഞ് എൻ്റെ പിന്നാലെ വരാൻ തുടങ്ങി.